കിളിപ്പെണ്ണേ. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. കിളിപ്പെണ്ണേ കിളിപ്പെണ്ണേ, നീ വരുന്ന വഴിയിൽ എവിടെങ്കിലും ഇട്ടൻകുറുക്കനെ കണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ ആ പാറപ്പുറത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു. ഇട്ടരെ നിങ്ങൾക്കെല്ലാവർക്കും പേടിയാണല്ലേ? കിളിപ്പെണ്ണിനെ അറിയാമോ? ഇന്നലെയും അവൻ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയി. ദുഷ്ടൻ, അവനെ പേടിച്ച് കാട്ടിൽ ജീവിക്കാൻ വയ്യാതായി. ദാ തടിയൻ മുയൽ വരുന്നുണ്ടല്ലോ. നേരത്തെ ഈ കുറുക്കനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പതാ ഈ തടിയനെയും പേടിക്കണം. നമ്മളെക്കാൾ തടിയും വലുപ്പമുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. നമ്മളും മുയലുകളാണെന്ന ഒരു സ്നേഹവുമില്ല. നിന്നോട് ഇവിടുത്തെ ക്യാരറ്റുകൾ തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും നീ ഒക്കത്തിനും കോഴിക്കുഞ്ഞിന്റെ വലിപ്പമേ ഉള്ളൂ. ഞാൻ ശരിക്കും ഊതിയാൽ എല്ലാം പറന്നു പോകും. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് നടന്നോണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ എടുത്ത് കുളത്തിലെറിയും. തടിയൻ ചേട്ടാ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? അതു ശരിയാ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. എടാ, നീ മരത്തിലെ കാര്യം നോക്കിയാ മതി. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, തലയിലൊന്നുമില്ലല്ലേ? ഇപ്പൊ തലയിലുമായി. ഓടിക്കോ ഓടിക്കോ, ഇട്ടൻ വരുന്നേ, ഓടിക്കോ. അമ്മോ, കിളിപ്പെണ്ണേ, പിന്നെ കാണാം. ചങ്ങാതി, പിന്നെ കാണാം. ഈ ഇട്ടൻ കുറുക്കനെ കൊണ്ട് തോറ്റല്ലോ. യോ, എന്നെ ഇപ്പൊ പിടിക്കുവേ. അമ്മോ, തടിയൻ ചേട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ആ തടിയൻ ചാവുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്. എന്തായാലും അതും നമ്മളിൽ ഒരാളല്ലേ?
ആനക്കുട്ട, ആ മുയലുകൾ നമ്മുടെ അടുത്തേക്കാണല്ലോ ഓടി വരുന്നത്. അവർക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന് തോന്നുന്നു. കുരങ്ങച്ചാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി കൂട്ടുകാരെ? ഞങ്ങളിൽ നിന്നും ഒരു മുയലിനെ ആ ഇട്ടൻ കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. അവൻ ആ പാറപ്പുറത്തിരിപ്പുണ്ട്. ഇട്ടൻ കുറുക്കനെ ഉപദ്രവിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. ഇട്ടനെ പേടിപ്പിക്കുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എന്നാ വേഗം ചെല്ല്. ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ. അമ്പോ ഞാൻ പോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ കാണായിരുന്നു. കാണാമായിരുന്നു. ആനക്കുട്ട, മമ്മി, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ആ കുറുക്കൻ എന്നെ കൊല്ലുമായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി. ഈ മുയലുകൾ തക്ക സമയത്ത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. നന്ദി ഇവരോടാണ് പറയേണ്ടത്. ക്ഷമിക്കണം കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. നന്ദി. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് വഴക്കിടില്ല. എന്നോട് ക്ഷമിക്കണേ. ഞങ്ങൾക്ക് തടിയൻ ചേട്ടനോട് ഒരു ദേഷ്യവുമില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? തീർച്ചയായും സന്തോഷമായി. നന്ദി ആനക്കുട്ട. ഹായ് കിളിക്കൂട്. അതെന്താ അമ്മേ ആ ഇലയുടെ അടിയിലിരിക്കുന്നത്? അതാണ് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങോ? അതെന്താ? അതെ, അതൊരു ജീവിയാണ്. മിന്നാമിനുങ്ങ് എന്താ അമ്മേ അനങ്ങാതിരിക്കുന്നത്? അത് ഉറങ്ങുവാണോ? അത് ഉറങ്ങുകയാ. രാത്രികാലങ്ങളിലാണ് മിന്നാമിനുങ്ങുകൾ സഞ്ചരിക്കുന്നത്. ഇരുട്ടിൽ അവയ്ക്ക് എങ്ങനെ കാണാൻ കഴിയും? ഏയ് ഇല്ല, മിന്നാമിനുങ്ങുകൾ രാത്രികാലങ്ങളിൽ സ്വയം പ്രകാശിക്കും. ആ പ്രകാശത്തിലാണ് അവ സഞ്ചരിക്കുന്നത്.